ചെറുപ്പക്കാരായ യാത്രക്കാരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് ഭാരം കുറഞ്ഞ ബൈക്കുകൾ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി റോയൽ എൻഫീൽഡ്. എക്സ്പ്ലോർ ബ്രാൻഡിന് കീഴിലാകും ഈ വാഹനം വിൽക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ബൈക്കുകൾ വിപണിയിലെത്തുക. സ്കൂട്ടറുകൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ബൈക്കുകളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവതികൾ ഒരുപാടുണ്ട്. ഇത്തരത്തിൽ ഭാരം കുറഞ്ഞ ബൈക്കുകൾ വിപണിയിൽ എത്തിച്ചാൽ ഇത്തരക്കാരെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ഭാരം കുറഞ്ഞ ബൈക്കുകൾ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും പുരുഷന്മാർക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. 2020 പകുതിയോടെ ബൈക്കുകൾ വിപണിയിൽ എത്തിക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇത്തരം ബൈക്കുകൾ. ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ലെങ്കിലും താഴ്ന്ന സീറ്റിംഗ് പൊസിഷനും മറ്റു ബൈക്കുകളെക്കാൾ ഭാരക്കുറവുള്ള മോഡലുമായിരിക്കും. ഗോവ, കേരള, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്കാകും ഈ ബൈക്കുകൾ ആദ്യം വിൽപ്പനയ്ക്കെത്തുക. ഭാരം കുറഞ്ഞ ഈ മോഡലുകൾക്ക് പിന്നാലെ പുതുതലമുറ തണ്ടർബേർഡ് മോഡലുകളെയും കമ്പനി നിരത്തിലെത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തിടെയാണ് വിപണി ലക്ഷ്യമിട്ട് വില കുറഞ്ഞ ബുള്ളറ്റ് എക്സ് മോഡലിനെ വിപണിയിലെത്തിച്ചത്. നിലവിൽ BS6 മോഡലുകളെ വിപണിയിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. 2020 ഏപ്രിലിന് മുന്നോടിയായി BS6 മോഡലുകളെ അവതരിപ്പിക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തുകയും ചെയ്തു. എഞ്ചിൻ നവീകരിച്ച ചില മോഡലുകളുടെ പരീക്ഷണയോട്ടം ഇതിനോടകം തന്നെ നിരത്തുകളിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഇന്ത്യയുടെ സ്വന്തം റെട്രോ ക്ലാസിക് നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനെ സംബന്ധിച്ച സ്ഥിരീകരണം കമ്പനി CEO വിനോദ് ദസാരി നൽകുകയും ചെയ്തു. ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായാണ് വിനോദ് ദസാരി വെളിപ്പെടുത്തിയത്. ഈ വർഷം കമ്പനിയുടെ വിൽപ്പനയിൽ ഇടിവുണ്ടായി. എന്നാൽ വരും വർഷങ്ങളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ മൂലധനം കമ്പനി നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 ഇലക്ട്രിക് മോഡലുകളെ വിപണിയിൽ അണിനിരത്തുമെന്നാണ് സൂചന. ഈ സാമ്പത്തിക വർഷം റോയൽ എൻഫീൽഡ് 9.5 ലക്ഷം യൂണിറ്റ് ഉൽപാദന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വാഹന വിപണിയെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം മൂലം വോളിയം വെറും 4,72,142 യൂണിറ്റായി ചുരുങ്ങിയിരുന്നു. 2018-2019 സാമ്പത്തിക വർഷത്തിലെ 8,22,724 യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിക്ക് വൻ ഇടിവാണ് സംഭവിച്ചത്. എന്നിരുന്നാലും വിപണിയിൽ വ്യക്തമായ മേൽക്കൈയുള്ള റോയൽ എൻഫീൽഡ് ഇലക്ട്രിക്കിലേക്കുള്ള ചുവടുവയ്പ് ഏറെ ശ്രദ്ധേയമെന്ന് തന്നെ വേണം പറയാൻ.